ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്നൊരു ഔട്ടിങ്ങിന് പോയാലോ? ചാവക്കാട് മറൈൻ വേൾഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 11 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 12 മണി ഒക്കെ ആയപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറൈൻ വേൾഡ് ഇതാണ് എൻട്രി. നമ്മൾ വണ്ടി വെക്കണോടത്തുനിന്ന് കുറച്ചിങ്ങോട്ട് നടന്നിട്ടാണ് എൻട്രിയിലേക്ക് വരാനായിട്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. കാശിമോനും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഇവിടേക്കായിരുന്നു പ്രാവശ്യം. അപ്പോൾ അവനവിടെ നടന്നല്ല അതും പറഞ്ഞു തരായിരുന്നു ഞങ്ങൾക്ക്. മൂപ്പരോട് ആദ്യം വന്നിട്ടുള്ള കാരണം ഒരു പരിചയം ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ടിക്കറ്റ് എടുക്കണത് എവിടെയാണെന്ന് നോക്കിയായിരുന്നു ഞങ്ങൾ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ, പാർക്ക് പോലെ ഗെയിംസൊക്കെ ഉണ്ട് കുറേ. പക്ഷെ ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല, വൈകിട്ടായിരിക്കും വേണമെങ്കിൽ. ഇപ്പോൾ നട്ടുച്ച നേരമല്ലേ, 12 മണി നേരത്താണ് എത്തിയത്. പക്ഷെ എന്നാലും തിരക്കുണ്ട് കേട്ടോ. ബോംബെയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന നേരത്തെ ഒരു വലിയ ബസ് വന്ന്. അപ്പോൾ എല്ലായിടത്തും നിന്ന് ഇങ്ങനത്തെ കുഞ്ഞി കാറുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറേ ഐറ്റംസുകൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ഓപ്പണിങ് അല്ല. അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ട ഇവരൊക്കെ ബോംബെയിൽ നിന്ന് വന്ന ടീമാണ്. ഒരു വണ്ടി ആൾക്കാർ അവരവിടെ സെറ്റാക്കി നിർത്തണം, ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് മുതിർന്നവർക്ക് 400 രൂപയാണ്. ആദ്യം 300 ആയിരുന്നു. ഇപ്പോൾ ചാർജ് കൂടി 400 രൂപയായി. പിന്നെ കുട്ടികളുടേത് എന്തോ ഹൈറ്റ് അനുസരിച്ച് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ചേട്ടനാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. അപ്പോൾ അവനെ കാണിച്ച് കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 280 രൂപ എങ്ങാണ്ടാണ് കുട്ടികൾക്ക് വരുന്നത് ചാർജ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഇച്ചിരി അങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ കാശിമോൻ ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കുറേ സ്റ്റാഫുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫ്ലാഷ് ഓൺ ആക്കരുതെന്ന്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം നമുക്ക്, പക്ഷേ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുള്ള പരിപാടിയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്ലാഷ് അടിക്കുമ്പോൾ തന്നെ കുറേ സ്റ്റാഫുകളുണ്ട്. നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോ സൈഡിൽ. അവർ പറയും. എന്നൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കാശിമോൻ ഒരു പ്രാവശ്യം വന്ന കാരണം ഒന്നും കാണില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള തിരക്കാണ് അവനെ. അപ്പുറത്ത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നോക്കണില്ല അവൻ. അപ്പം എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് അടിക്കണം മാത്രമേ പ്രശ്നമുള്ളൂ. ഫ്ലാഷ് അടിക്കുമ്പോൾ അവർ വന്നിട്ട് പറയും ഫ്ലാഷ് ഓഫ് ആക്കാൻ പറയും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഫസ്റ്റ് കയറുന്ന സ്ഥലത്തൊക്കെ നല്ല തണുപ്പാണ്. കാശിമോന് അവിടെ മുകളിലേക്ക് കയറാനായിട്ട് ഞങ്ങളോട് ചെരുപ്പൂരാൻ പറയണം. അത് ഗ്ലാസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടേക്ക് കയറാൻ വായു ചെരുപ്പൂരെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കണം. എന്താണ് ഗ്ലാസിൻ്റെ അത് സ്റ്റെപ്പ് കയറി ചെരുപ്പ് നമ്മൾ ഒരു കയ്യിൽ പിടിക്കണം. ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ അടിയിൽ വലിയ മീനുകളാണ്, നമ്മളെ എന്നേലും വലിയ മീനുകളൊക്കെ. അപ്പം ഞാൻ ശരിക്കും അങ്ങോട്ട് കാണിക്കണില്ല. അത് പോണ ഞാൻ വെള്ളത്തിൽ വീണാലോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്തത്. നല്ല രസമായിട്ടാണ് കാണാനായിട്ട്.
ആ ഗ്ലാസിൻ്റെ ഇത് കയറി ഇവിടെ ഇറങ്ങണത് അവിടെ AC കഴിഞ്ഞ് പിന്നെ ചൂടാണ് നമുക്ക്. ഇപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഈ കാണുന്ന അരുവി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കണത്. ഇതിൻ്റെ അകത്ത് നിറയെ മീനുകളാണ്. നമുക്ക് കാലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേങ്ങ് വന്ന് ഇങ്ങനെ കാല് പൊതി. ഇവിടെ എല്ലാവരും കാലിങ്ങനെ വെച്ചിരിക്കും. ഞങ്ങൾ ഇരുന്നു, പക്ഷേ ഞങ്ങൾ കാല് നിലത്തൊട്ടിച്ചില്ല. നിലത്ത് മുട്ടിച്ച് അപ്പം വന്ന് മീൻ കൊത്തു. പേടിയായിട്ട് ഞാനും കഴിച്ചുമ്പോൾ കാലും പൊക്കി വെച്ചിരിക്കും. പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഇവിടെ നല്ല ഭംഗിയുള്ള സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ മിഠായി, കുട്ടികൾക്ക് മിഠായി വാങ്ങാനുള്ള ഷോപ്പൊക്കെ ഉണ്ട് അവിടെ സെൻറ്ററിലുള്ളത്. അവിടെ നിന്ന് ഒരു മിഠായി ഒക്കെ മേടിച്ച് തെളിച്ച് മൂട് അതൊന്നും ഇരിക്കും. എല്ലായിടത്തും ഇങ്ങനെ മീൻ്റെ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ കയറുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ നല്ല തണുപ്പ് കൂളറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അധികം മീനുകളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാം. ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ മേടിക്കാം. അവരെടുത്ത് തരും. നമുക്ക് ഇഷ്ടമായ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെ അങ്ങ് എടുത്തില്ല. അങ്ങനെ സ്റ്റാഫൊക്കെ അതാണോ പറയണം നമ്മളോട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ആമകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കാണിക്കാൻ ഒരു പേടി. ഫോൺ അങ്ങനെ കയ്യിൽ നിന്ന് വഴിക്ക് വീണാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ എടുത്ത് കാണിക്കാത്തതേ. ഇങ്ങനെ അങ്ങോട്ട് ചെല്ലണത് ഒരു കാട്ടിലേക്ക് ചെല്ലണ പോലെയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നല്ല ഫോട്ടോസൊക്കെ കിട്ടും. അടിപൊളി സ്ഥലം. ഇവിടെ വന്നതിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്താണ്. നല്ല ഭംഗിയ കാണാനായിട്ട്. കണ്ട ഇവിടെ സ്റ്റാഫുകൾ ഇരിക്കുന്നുണ്ട്. ഇറ്റങ്ങൾക്കൊന്നും ഒരു എനക്കില്ലാത്ത പോലെയാണ് നിൽക്കണത് മീനുകളൊക്കെ. ഒരൊറ്റ നിപ്പ് എല്ലായിടത്തും. ഞാൻ എന്നിട്ട് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇറ്റങ്ങൾക്കൊന്നും ജീവനില്ലെന്ന്. അവിടെ നിന്ന് ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി കൊണ്ട് വരുമ്പോൾ ഇവിടെയും കുറെ അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ നമ്മ മുകളിൽ കണ്ടില്ലേ ആ ഫോറസ്റ്റ് പോലെ, അതിൻ്റെ ആ മരത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. കണ്ട ഇതിൽ നോക്കുമ്പോൾ മീനുകളൊക്കെ നീന്തുന്നുണ്ട്. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ ഒരു അനസ്കൂലായിട്ടാണ്. ആ മരത്തിൻ്റെ അടിഭാഗമാണ് അത് കാണുന്നത്.
സെറ്റ് ചെയ്തതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റിങ്സ് ഒക്കെ ഇങ്ങനെ കാട് പോലെ ടക്കോരത്തിന്റെ മുകളിൽ ഓരോരുത്തൊരു മീൻ പിടിക്കാനും വല ഇടാനൊക്കെ നിൽക്കണ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്രാവും കൂട്ടന്മാരുണ്ട് അതിൻ്റെ അകത്ത്. പല ടൈപ്പ് തരണ്ടികളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. കുറച്ച് വെള്ളമുള്ളൂ നമുക്ക് ഇങ്ങനെ തൊടാൻ തോന്നാം. അപ്പം ലച്ചുവിനെ അവിടെ ഇരുത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞ് പിള്ളേരെ കൊണ്ട് തൊടിക്കണ്ട, പോയിസണാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് എടുത്ത് കണ്ട അവളിങ്ങനെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു പോയിസണാന്ന് പറഞ്ഞു. പിന്നെ എടുത്തു ഞങ്ങൾ. അതിൻ്റെ അകത്തൊരു സ്റ്റാഫ് ക്ലീൻ ചെയ്യണം അവിടെ. കാശുമോൻ അതിൻ്റെ അകത്ത് ഡൈവ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് എന്നെ അതിലൊന്ന് കയറ്റമ്മാന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പം അതാണ് മുകളിൽ കൂടെ ഒക്കെ നമ്മുടെ മുകളിൽ കൂടെ ഒക്കെ മീനുകളിങ്ങനെ പോകുന്നുണ്ട്. ഒരു മീനുള്ളൂ, ഒരു ടൈപ്പ് തന്നെ ഉള്ളൂ കേട്ടോ. കണ്ട വലുത് വേറൊന്നും കണ്ടില്ല ഞങ്ങൾ. മീൻ ബാക്കിൽ വരുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാന്ന് എഴുതി നോക്കിയപ്പോൾ പറ്റണില്ല. അതാ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അയാൾ പോകും. വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവിടെ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. കാശുമോൻ കൊടുത്തു. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അവൻ അതൊക്കെ നടത്തുക. നമ്മളെ കൊണ്ട് നന്നായി കൈ വാഷ് ചെയ്യിച്ചതിന് ശേഷം അവർ തരുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വിശന്നട്ടേ നല്ല വിശപ്പായി. നേരമായപ്പത്തിന് 1 മണിക്കൂർ 1:15 ആയി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. ഇവിടെ ഒന്നും വർക്കിംഗ് ആയിട്ടില്ല. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവനിങ്ങിനാവണം ചിലപ്പോൾ ഓപ്പണിങ് എല്ലാത്തിൻ്റെ.
ഇവിടെ ബലൂൺ ഉണ്ട്, അതുപോലത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യണ. കാശ്മീർ ഷൂട്ട് ചെയ്യണമെന്നാണ് പിന്നെ അവർ പറഞ്ഞ കുട്ടികൾക്ക് പറ്റില്ല. പിന്നെ അവന് ചെയ്യാൻ പറ്റണത് ഇങ്ങനെ മീനെ പിടിക്കല് കണ്ട. ഇത് 20 രൂപ കേട്ടാ. എന്തോരം നേരം വേണമെങ്കിൽ നിൽക്കാൻ തോന്നണം. ഞാൻ ഇച്ചിരി ആയപ്പോഴത്തേന് ഡ്രസ്സിന്റെ നനവ് കൂടുതലായി തുടങ്ങിയപ്പോ പിന്നെ കയറ്റി. മീനൊട്ട് കിട്ടണമില്ല. അത്യാവശ്യം നേരം നിന്നിട്ടാ മുട്ടിനെ മേപ്പോട്ടായപ്പോഴാണ് കയറ്റിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വന്നപ്പോൾ തുടങ്ങി ജീപ്പിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ജീപ്പിൽ കയറ്റി. ഇത് റൗണ്ട് പോണതിന് 50 രൂപ ഉണ്ട്. 2 വണ്ടിയുണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. അവൻ പോയി ഒരു റൗണ്ട് പോയി. ലച്ചുമോള് നല്ല കരച്ചിലായി. ചേട്ടൻ എന്തോ തട്ടിക്കൊണ്ടുപോകണമെന്നുള്ള ലെവലിലായിരുന്നു ലച്ചുൻ്റെ കരച്ചിൽ. അപ്പോൾ വേഗം ഒരു ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ പറഞ്ഞയച്ചാണ്. ഇത് ഒരു റൗണ്ട് പോകാനായിട്ട് 50 രൂപയാണ് കേട്ടോ. ഞാൻ പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് കാരണമാണ് പറഞ്ഞത്. 50 രൂപ അപ്പോൾ ഒരു റൗണ്ടും കൂടെ വിട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പോയപ്പോൾ ലച്ചുമോള് നല്ല ബഹളാക്കി, നല്ല കരച്ചിൽ. ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അതൊന്നും പറ്റില്ല അവൾക്ക്. ചേട്ടൻ പോയി എന്നും പറഞ്ഞിട്ടാണ് കരച്ചിരുന്നത്. അപ്പം നമ്മുടെ ചെറിയൊരു ഔട്ടിങ് ആയിരുന്നു ഇവിടുന്ന്. ഇപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞങ്ങൾ പോണ വഴിക്ക് ഫുഡ് കഴിച്ചു. പിന്നെ എൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് പൊട്ടി, ചെരുപ്പ് വാങ്ങി. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഔട്ടിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ബൈ.